ഹൈ ഓൾ ബിഗ് ബോസ് മലയാള സീസൺ 7 അഭിലാഷ് ഒനിയിലും ഇവർ വലിയ നിലപാടുകളും വലിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നിലകൊള്ളുന്നവരും ഒക്കെയാണെന്ന് പറയും. പക്ഷെ പ്രവൃത്തിയിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അഭിലാഷ് ഒനിയിലും ഒക്കെ ഫേക്ക് ആണ്. അസൂയയും കുശുമ്പും ഒക്കെ ആയിട്ട് പരദൂഷണമൊക്കെ പറഞ്ഞ് നടക്കുന്ന ടീംസ് ആണ്. ഇപ്പൊ ഇവരുടെ കൂടെ ബിന്നിയുണ്ട്. ഇപ്പൊ പൂർത്തിയായി. ഇവർ മൂന്നുപേരും കൂടെ അക്ബറിനെ ഒതുക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഗെയിമിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, പൊട്ടിപ്പോവും, അത് ഉറപ്പാണ്. അതുകൊണ്ട് പിന്നെ കൊതികുത്തി നടക്കലാണ് പിന്നെ അങ്ങോട്ട്. അതുകൊണ്ട് നല്ല ഊളത്തരം കളിക്കാൻ നോക്കും. എനിക്ക് കിട്ടാത്ത ബാക്കി ആർക്കും കിട്ടണ്ട എന്ന രീതിയിലുള്ള കോപ്രായങ്ങളാണ് പിന്നെ അങ്ങോട്ട് കാണിക്കുന്നത്. ഒനിയിലൊക്കെ ബോട്ടിൽ ചളുക്കുന്നു, നശിപ്പിക്കുന്നു, പിന്നെ ആർക്കും കോയിൻസ് കിട്ടാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യുന്നു. ഒനിയിൽ ഇങ്ങനെ നല്ല ഊള പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരും മാത്രമാണ് അതിനെ സ്ട്രോങ് ആയിട്ട് എതിർത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 2 ബോട്ടിൽ ആ ടേബിളിന്റെ മുകളിൽ വെച്ചിട്ട് ധൈര്യം കൊണ്ട് എടുക്കടാന്ന് പറഞ്ഞു. ഒനിയിൽ നാക്ക് വെച്ച് 2 ഡയലോഗ് അടിച്ച് ബുദ്ധിപരമായിട്ട് നോക്കാന്നൊക്കെ പറഞ്ഞ് മൂടും തൂത്ത് എഴുന്നേറ്റ് പോയതല്ലാതെ ഒന്നും ചെയ്തില്ല. ആര്യൻ ആ ഒരു സാധനമൊക്കെ ചെയ്ത് അടിപൊളിയായിരുന്നു. ഒനിയിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുമെന്ന് വലിയ ഡയലോഗ് അടിക്കുന്ന അഭിലാഷ് വായിൽ കൈയിട്ടിരിക്കുകയായിരുന്നു. ഇവനാണെങ്കിലോ നാഴികയ്ക്ക് 40 വട്ടം പറയാറുണ്ട് ആര്യനും ജിസയിലും പരസ്പരം സപ്പോർട്ട് ചെയ്യുവാണ്. അപ്പൊ ഇവൻ ഈ കാണിക്കുന്നത് എന്താ? അപ്പൊ ഇവൻ ഈ ഒനിയിലിനെ സപ്പോർട്ട് ചെയ്യണതിൽ കുഴപ്പമില്ലേ? ഇവന്മാരുടെ ആ ബിന്നിയുടെയൊക്കെ പ്രധാന വിനോദം ജിസേലിന്റെ ആര്യന്റെ റിലേഷൻഷിപ്പിനെ ജഡ്ജ് ചെയ്യുന്നതാണ്. രണ്ടുപേര് തമ്മിൽ എന്ത് റിലേഷൻഷിപ്പ് ആണെന്ന് ഡിഫൈൻ ചെയ്യാത്തതിൽ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ, അവരുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ് ഇവർ മൂന്നുപേരും. ആര്യനെ പാവാട വള്ളി എന്ന് വിളിച്ച് ആനന്ദം കണ്ടെത്തുന്നതാണ് ഇവന്മാരുടെ പരിപാടി. ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾ മറ്റൊരാളുടെ അടുത്ത് എങ്ങനെ നിൽക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഓരോ ഇൻഡിവിജ്വലിന്റെ ഇഷ്ടമാണ്. ജിസേലിന്റെ ഡ്രസ്സ് കഴുകി കൊടുക്കുന്നത് ഇഷ്ടമല്ലാത്ത പ്രേക്ഷകരുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആര്യന് വോട്ട് ചെയ്യില്ല, ആര്യം പുറത്താവട്ടെ. ഇവരെന്തിനാണ് അതിനെക്കുറിച്ച് ഓർത്ത് ഇത്ര വിഷമിക്കുന്നത്? ഇവർ ആര്യനെ ജയിപ്പിക്കാൻ വേണ്ടി വന്നതാണോ? അല്ലല്ലോ. പിന്നെ എന്തിനാണ് മറ്റൊരാളുടെ കാര്യത്തിൽ ഇത്ര കൺസേൺ? പെണ്ണുങ്ങളുടെ വസ്ത്രം കഴുകി കൊടുക്കുന്നവന്മാരെ ഇവർ പാവാടകളായിട്ടാണ് കാണുന്നത്. ഇവരുടെയൊക്കെ റിലേഷൻഷിപ്പിൽ ഇവരുടെ എല്ലാ കാര്യവും ഭാര്യമാര് ചെയ്തു കൊടുക്കുന്നതുകൊണ്ടായിരിക്കും ഭാര്യമാർക്ക് നല്ല ഭാര്യ പട്ടമൊക്കെ ഇവർ കൊടുത്തിരിക്കുന്നത്. ഈ അഭിലാഷ് കുക്കിംഗ് ടീമിൽ കയറാതെ മുങ്ങി നടന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത്രയും നാളായിട്ട് ലാസ്റ്റ് വീക്കിലാണ് പുള്ളി ഒന്ന് കിച്ചൺ ടീമിൽ കയറിയത്. അതായത് വീട്ടിൽ ഫുഡ് കഴിക്കാനല്ലാതെ വേറെ ഒന്നിനും കൈ നനയ്ക്കാത്ത ആളാണെന്ന് മനസ്സിലായി. എന്നിട്ടാണ് ജിസേൽ കുക്കിംഗ് ടീമിൽ നിൽക്കുന്നതിന് ഇയാൾക്ക് ഇത്ര കൺസേൺ. ഇവർ കളിയിൽ എങ്ങനെ ജയിക്കാമെന്ന് ആലോചിക്കുന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവരെങ്ങനെ ജയിക്കാതിരിക്കാൻ നോക്കാമെന്ന് ചിന്തിക്കുന്നവരാണ്. മേ ബി ഇവർ സ്വയം ജയിക്കാൻ കഴിവില്ല എന്ന് വിശ്വസിക്കുന്നവരായിരിക്കും. ബാക്കി വിശേഷങ്ങളുമായി പിന്നീട് കാണാം. താങ്ക്